എന്റെ ജീവിതം എങ്ങനെയാവുന്നുള്ള പേടിയോടെയായിരുന്നു ഞാൻ ഈ വീട്ടിലേക്ക് വലതുകാലി വെച്ച് കയറിയത്. അന്ന് അച്ഛമ്മ തന്ന ധൈര്യവും സ്നേഹവും ഒന്നും ചെറുതായിരുന്നില്ല. മറ്റു പേരക്കുട്ടികളെക്കാളും അച്ഛമ്മയ്ക്കിഷ്ടം സച്ചേട്ടനെയാ. അതുപോലെ മറ്റു മരുമക്കളെക്കാളും അച്ഛമ്മയ്ക്കിഷ്ടം എന്നെയാ. എന്റെ സ്വന്തം അച്ഛമ്മയാ. ഇപ്പോ അച്ഛമ്മയ്ക്ക് നമ്മൾ എന്ത് കൊടുത്താലും അധികമാവില്ല സച്ചേട്ടാ. സച്ചേട്ടാ, കടം കിട്ടുമെങ്കിൽ മേടിച്ചോളൂ. നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ അടച്ചു തീർക്കാം. എന്നാ ഞാൻ ഫിനാൻസറെ കണ്ട് കാശ് വാങ്ങിട്ട് വരാം. ഉച്ചയ്ക്ക് ശേഷം നമുക്കിന്ന് ചെയിൻ വാങ്ങിക്കാം. ഞാനൊന്ന് റെഡി ആവട്ടെ. കഴിയട്ടോ. സച്ചി എത്ര വേണമെന്ന് പറഞ്ഞത്? സാർ, എനിക്കൊരു 2.5 ലക്ഷം രൂപ വേണം. ഇല്ല സച്ചി, കാശിന് കുറച്ച് ടൈറ്റാ. കുറച്ച് പിരിഞ്ഞു കിട്ടാനുണ്ട്. തൽക്കാലം വായ്പ കൊടുക്കുന്നത് നിർത്തിയിരിക്കുക. സച്ചി വേറെ എവിടെങ്കിലും തിരക്ക്. സച്ചി, പഴയ പോലെയല്ല, കച്ചവടമൊക്കെ കുറവാ. ഇപ്പൊ എല്ലാ കച്ചവടവും സൂപ്പർ മാർക്കറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ പലിശ പരിപാടി നിർത്തി വെച്ചിരിക്കുക. അല്ല, ചേട്ടന്റെ പരിചയത്തിലുള്ള ആരുടെങ്കിലും കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞു നോക്കാം, പക്ഷെ പ്രതീക്ഷ വയ്ക്കണ്ട. ശരിയേട്ടാ. അത് കുഴപ്പമില്ലടാ. ശരിയടാന്നോ? സച്ചി, നീ ചോദിച്ച എമൗണ്ട് കിട്ടില്ലടാ. വേറെ ആരുടെങ്കിലും ചോദിക്കും. ശരിയടാ. ഒരു 2 ദിവസം മുന്നേ ആയിരുന്നെങ്കിൽ തരായിരുന്നു. ഇപ്പൊ എന്റെ ഇല്ല. അത്യാവശ്യം എങ്ങനെയും ഹെൽപ്പ് ഇല്ലാത്തോണ്ടല്ലോ സച്ചി. വേറെ എവിടെങ്കിലും അറേഞ്ച് ചെയ്യും. നമുക്ക് പിന്നീട് നോക്കാം. എന്താ അമ്മ എവിടെ പോയതാ അച്ഛാ? കാണുന്നില്ലല്ലോ. അവള് ബാമണ വീട്ടിൽ പോയിരിക്കല്ലേ? ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ. ഇത്രയും നാളും അമ്മയും ഭാമയും ഒരുമിച്ചായിരുന്നില്ലേ? എന്നിട്ട് ഇപ്പൊ എന്തിനാ അമ്മ അവരെ കാണാൻ പോയത്? അത് നീ അവിടെ പോയിട്ട് അമ്മയോട് ചോദിക്കുന്ന നീ ഇത്ര ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്നാ ഇത് പിടിച്ചിട്ട് ആലോചിക്കും. ആ പണിയിൽ നടക്കട്ടെ. ഒന്ന് നിക്കച്ച. എന്താടാ? അല്ല, എനിക്ക് അച്ഛനോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? ഇന്ന് മുതൽ എനിക്ക് ശ്രുതിക്കും മുറി കിടക്കാലോ അല്ലേ? അല്ല, രേവതിക്കിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ. രേവതിയുടെ കാല് ഭേദമായല്ലോ. എനിക്ക് മുറിയിൽ കട്ടിലിൽ തന്നെ കിടക്കണമെന്നൊന്നുമില്ല. മുകളിൽ ടെറസിലോ ഹാളിലോ ഒക്കെ കിടക്കാമല്ലോ. അല്ല, രേവതിയുടെ കാല് സുഖാവുന്നവരെ അവരാ മുറി ഉപയോഗിക്കട്ടെ. അത് കഴിഞ്ഞ് നിങ്ങൾ എടുത്തോളൂ എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. ഞാനങ്ങനെ പറഞ്ഞിരുന്നു. എത്ര നാളായച്ച സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട്. അച്ഛാ, അവരോട് അവരുടെ സാധനങ്ങളൊക്കെ ആ മുറിയിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ. ഇന്ന് മുതല് ഞങ്ങൾക്ക് ആ മുറി വേണം. ഈ മുറിയുടെ കാര്യത്തിൽ ഞാൻ ഇനി ഇടപെടില്ല. അത് നീ സച്ചിയോട് സംസാരിച്ച് തീരുമാനം എടുത്താൽ മതി. അവനോട് ഇക്കാര്യം സംസാരിക്കാൻ നിന്നാലേ അവനെന്റെ കഴുത്തിന് പിടിക്കും. അറിയാം. എങ്ങനെ സംസാരിക്കണ്ട. അവനും രേവതിക്ക് മുറി കിടന്നാലേ ഉറക്കം വരുമെന്നൊന്നുമില്ല. സമയമാകുമ്പോ ചോദിക്കാതെ തന്നെ അവര് നിങ്ങൾക്ക് മുറി ഒഴിഞ്ഞു തന്നോളും. അതുവരെ അങ്ങ് ക്ഷമിക്കേ. അലച്ചാ, ഞാൻ ആ മുറിയിൽ കുറച്ച് മുറിയുടെ പേരും പറഞ്ഞ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അത് ഞാൻ പറഞ്ഞേക്കാം. അലച്ചാ, ഞാൻ ഒരു ബിസിനസ്മാന് കിടക്കാൻ ഈ വീട്ടിൽ മുറിയില്ല. ഇങ്ങനെ പോയാ സച്ചി മുത്തശ്ശനായതിനു ശേഷേ ഞാൻ അച്ഛനാവും. എന്തൊരു ഗതികെട്ട ജീവിതമായിരുന്നു. സച്ചിയുടെ വന്നോ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ്, ഒന്നും വേണ്ട. അതെ, ഇങ്ങനെ ഇരുന്നാ എങ്ങനെയാ? അച്ഛമ്മയ്ക്ക് മാല വാങ്ങിക്കാൻ പോണ്ടേ? അയ്യോ, ഞാൻ പറയാൻ മറന്നു. എനിക്ക് പരിചയത്തിലുള്ള ഒരു ജ്വല്ലറി ഉണ്ട്, അവിടെ നിന്ന് മേടിക്കാം. എനിക്ക് എന്തായാലും അദ്ദേഹം വില കുറച്ച് തരും. സച്ചിൻ ഇരിക്കെ, ഞാൻ റെഡി ആയിട്ട് വരാം. നമുക്കിപ്പോ പോണ്ട. എന്തു പറ്റി? എന്താ വല്ലാതിരിക്കുന്നത്? ഇവിടുന്ന് പോയ ആളെ അല്ലല്ലോ ഇത്. അച്ഛമ്മയ്ക്ക് മാല വാങ്ങിക്കൊടുക്കാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് സാരിയോ മറ്റോ വാങ്ങിക്കൊടുക്കാം. എന്തു പറ്റി? കാശ് കിട്ടിയില്ലേ? ഇല്ല, ആരും കാശ് തന്നില്ല. 4 ഞാൻ കയറി ഇറങ്ങി, ആരും തന്നില്ല. കാശ് തരണമെങ്കിൽ എന്തെങ്കിലും ഈട് വെക്കണമെന്ന്. ഈട് വെക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമുക്കൊരാവശ്യം വന്നപ്പോ സഹായിക്കാൻ ആരുമില്ല രവതി. അച്ഛമ്മയ്ക്ക് മാല വാങ്ങി കൊടുക്കണമെന്ന് ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നു. അത് നടക്കാതെ പോയി. സച്ചേട്ടാ, വിഷമിക്കാതിരിക്കുക, അതൊക്കെ നടക്കും. കാശില്ലല്ലോ, പിന്നെ എങ്ങനെ നടക്കും? എന്റെ സ്വർണ്ണം അമ്മയുടെ കയ്യിലുണ്ടല്ലോ, അത് വാങ്ങി പണയം വെച്ച് അച്ഛമ്മയ്ക്ക് ചെയിൻ വാങ്ങിക്കാം. അത് തിരിവേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നീ അമ്മയുടെ കയ്യിൽ കൊടുത്തേ? ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാ പറയുന്നത്. എനിക്ക് ആ സ്വർണം വേണ്ട. അച്ഛമ്മയ്ക്ക് വേണ്ടിട്ടാ അത് തിരികെ മേടിക്കാന്ന് ഞാൻ പറഞ്ഞത്. നീ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ശബ്ദം ചെയ്തൊക്കെ മറന്നോ? മറന്നിട്ടൊന്നുമില്ല. സച്ചേട്ടൻ വന്നേ, വാ ഇരിക്കെ. അതെ, ഞാൻ അന്ന് പറഞ്ഞതുപോലെ സച്ചേട്ടൻ വാങ്ങിത്തരുന്ന ആഭരണങ്ങൾ മാത്രമേ ഞാൻ അണിയുള്ളൂ. ഈ ആഭരണങ്ങള് ഞാൻ ഒരിക്കലും ഇടില്ല. അച്ഛമ്മയ്ക്ക് ചെയിൻ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ നൽകിയ ആഭരണങ്ങള് തിരികെ ചോദിക്കുന്നതില് കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊന്നും വേണ്ട രേവതി, എന്റെ കാർ പണം വെച്ച് കാശ് വാങ്ങിക്കാം. അല്ലെങ്കിലേ നമ്മുടെ കാറിന്മേൽ ലോൺ ഉണ്ടല്ലോ സച്ചേട്ടാ, അതൊന്നും വേണ്ട. നമുക്ക് അമ്മയോട് ചോദിക്കാം. അമ്മയോട് സ്വർണം വാങ്ങി അത് പണയം വെച്ചിട്ട് അച്ഛമ്മയ്ക്ക് മാല വാങ്ങിക്കാം. നമ്മുടെ കയ്യിൽ കാശ് വരുമ്പോ പണയം വെച്ച സ്വർണം തിരിച്ചെടുത്ത് അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. തൽക്കാലത്തെ ആവശ്യത്തിന് അമ്മയുടെ നിന്ന് വാങ്ങുന്നു എന്ന് കരുതിയാൽ മതി. എന്നാലും നീ ശബ്ദം ചെയ്തല്ലേ രേവതി? നമ്മുടെ അച്ഛമ്മയ്ക്ക് വേണ്ടിയല്ലേ? ദേ, അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. സച്ചേട്ടൻ ആഗ്രഹിച്ചത് നടക്കട്ടെ സച്ചേട്ടാ. ആഭരണങ്ങൾ ഞാൻ ഇട്ട് കാണാൻ അച്ഛൻ ആഗ്രഹിക്കുന്നു. അച്ഛമ്മയ്ക്ക് ചെയിൻ വാങ്ങിച്ചു കൊടുക്കാൻ സച്ചേട്ടൻ ആഗ്രഹിക്കുന്നു. സച്ചേട്ടന്റെ ആഗ്രഹം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹം നടക്കാൻ സച്ചേട്ടൻ ചെന്ന് അമ്മയോട് സ്വർണം വാങ്ങിക്കുന്നു. നീ നന്നായി സംസാരിക്കുന്നുണ്ട്. അമ്മയോട് ഞാൻ ചെന്ന് ചോദിച്ചാ അമ്മ എന്നെ നിർത്തിപ്പോയിരിക്കും. നീ ശബ്ദം ചെയ്തൊക്കെ പറഞ്ഞ് എന്നെ നാണം കെടുത്തു. സച്ചേട്ടനെ ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ സച്ചേട്ടൻ ചോദിക്കണ്ട, നമുക്ക് അച്ഛനോട് പറയാം. അച്ഛൻ അമ്മയുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിച്ചു തന്നോളും. അച്ഛനോട് പറയാം. അച്ഛൻ ചോദിച്ചാ അമ്മ കൂടുതലൊന്നും പറയില്ല. അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. നീ വാ, നമുക്ക് ഇപ്പൊ തന്നെ ചോദിക്കാം. ഉറങ്ങുമ്പോ എങ്ങനെ ചോദിക്കുക? ഉറക്കമായിരിക്കില്ല, ചെറിയ മയക്കമായിരിക്കും. ചോദിക്കുന്നത് ചേട്ടാ. നീ എപ്പോഴാ വന്നേ? ഞാൻ ഇപ്പൊ വന്നോളൂ അച്ഛൻ. അച്ഛൻ ഭക്ഷണം കഴിച്ചോ? ഇല്ല, നീ കഴിച്ചോ? ഇല്ല അച്ഛാ. എന്നാ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴിക്കാം. എന്താടാ? അത് എനിക്കല്ല അച്ഛാ, രേവതിക്ക് എന്തോ പറയാനുണ്ട്. എന്താ രേവതി? ഇപ്പൊ അച്ഛൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നുള്ളൂ എന്ന് ചോദിക്കാൻ വന്നതാ. അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് ഞാൻ ഇവനോട് പറഞ്ഞത് മോളും കേട്ടതല്ലേ, പിന്നെ എന്താ വീണ്ടും ചോദിക്കുന്നത്? ആണോ? എന്താ രണ്ടുപേരും ഇങ്ങനെ പരിയും കളിക്കുന്നത്? എന്താ ഉണ്ടല്ലോ? ഒരു കാര്യം പറയാനുണ്ട് അച്ഛാ. പറഞ്ഞല്ലേ മനസ്സിലാവൂ, പറയേ. അത് സച്ചേട്ടനാ പറയാനുള്ളത് അല്ലേ? പറയേ. രണ്ടുപേർക്ക് ഇവരോട് കാര്യമായിട്ട് എന്തോ പറയാനുണ്ട്, എന്നാ പറയാനൊരു മടി. എന്തിനാ മടിക്കുന്നേ? എന്താ വിഷയം? അത് പറയും. അതിന്റെ ഒന്നുമില്ല അച്ഛാ, അത് വിട്.
എന്താച്ചാ പറയടാ. അത് അച്ഛ അമ്മയുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടല്ലോ, അത് കിട്ടുമോ? ഏത് സ്വർണം? സ്വർണ്ണോ? അല്ല, രേവതിയുടെ സ്വർണ്ണാഭരണങ്ങൾ അമ്മയുടെ കയ്യിലല്ലേ? ഓ, ഇവിടെ അമ്മയെ ഏൽപ്പിച്ചിരുന്നല്ലോ. ആ സ്വർണം അച്ഛനൊന്ന് തിരിച്ചു വാങ്ങിച്ചു തരും. അച്ഛനത് അമ്മയോടൊന്ന് ചോദിക്കോ, അത് ഞങ്ങൾക്കൊന്ന് തിരികെ വാങ്ങിച്ചു തരുമോ? ഇത് പറയാനാണോ ഇത്രയും സമയം രണ്ടുപേരും കളഞ്ഞേ? എന്തിനാണോ മടിക്കുന്നത്? അത് രേവതി പോലുള്ള സ്വർണ്ണമല്ലേ, അത് അവളുടെ കയ്യിൽ തന്നെ ഇരിക്കണ്ടേ? ഇവിടെ നിങ്ങൾക്ക് തന്നെ അവളോട് ചോദിക്കാലോ. നിങ്ങൾ ചോദിക്കേ, അവള് സ്വർണം തരും. വേണ്ടച്ചാ, ഞങ്ങൾ ചോദിച്ചാൽ അമ്മ പ്രശ്നം ഉണ്ടാക്കും. അമ്മയുടെ സ്വഭാവം അറിയില്ല അച്ഛന്. അച്ഛൻ തന്നെ ചോദിച്ചാൽ മതി. അതിപ്പോ ചന്ദ്ര ബാമയുടെ വീട്ടിൽ പോയിരിക്കല്ലേ, അവള് വന്ന ഉടനെ തന്നെ അവളോട് വാങ്ങിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം. ശരി അച്ഛൻ. ഇവനെന്താ പെട്ടെന്ന് സ്വർണം തിരികെ ചോദിച്ചത്? ഇവനെല്ലാം അറിഞ്ഞുകൊണ്ട് ചോദിച്ചായിരിക്കും. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? നിർത്തടി, ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഒന്നുമില്ല. എന്റെ ചന്ദ്രേ, നിന്റെ മോൻ എന്തൊരു മണ്ടനാണ്. അവൻ കോപ്പി അടിച്ചിട്ടാണ് ഈ 7 ഡിഗ്രി നേടിയത്. അത് ഉറപ്പാ. അവന് പറ്റിപ്പോയതാ. നീ നിന്റെ മോനും ഏതെങ്കിലും ക്രിമിനൽ സംഘത്തിനൊപ്പം കൂട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ നല്ല ഭാവിയുണ്ട്. നീ കളിയാക്കുകയാണല്ലേ? പിന്നല്ലാതെ, കള്ളത്തരങ്ങളുടെ രാജാവാണ് നിന്റെ മോൻ. എന്തൊക്കെ ചെയ്തു അവൻ. ഇപ്പൊ രേവതിയുടെ സ്വർണ്ണം ആരും അറിയാതെ കൊണ്ടുപോയി പണയം വെച്ചു. അമ്മ അതിന് കൂട്ടുനിന്നു. കഷ്ടം തന്നെ. വേറെ എന്ത് ചെയ്യാനാ ഭാമേ? രേവതി അവളുടെ സ്വർണം ചോദിച്ചാ നീ എന്ത് ചെയ്യും? ഏയ്, അവളൊന്നും ചോദിക്കില്ല. എന്റെ ഭർത്താവ് വാങ്ങിത്തരുന്ന സ്വർണം മാത്രമേ അണിയൂന്ന് ശപഥം ചെയ്തിരിക്കല്ലേ അവള്. അവൾ ആ സ്വർണം തിരികെ ചോദിക്കില്ല. സച്ചിയും ചോദിക്കില്ല. ഒരു 6-7 മാസത്തിനകം സുധി സ്വർണം തിരിച്ചെടുത്തു കൊടുത്തോളും. അമ്മേ, എന്താടാ നീ എന്താ ആകെ പരവേശപ്പെട്ട്? അമ്മേ, അത് പിന്നെ അച്ഛൻ, അല്ല സച്ചി അച്ഛനോട്. സച്ചി, നീ എന്തൊക്കെയാ പറയുന്നത്? അമ്മേ, അത് പിന്നെ അച്ഛൻ. എന്താടാ, അച്ഛന് സുഖമില്ലേ? അയ്യോ, അച്ഛന് ഒരു കുഴപ്പമില്ല. പ്രശ്നം നമുക്കമ്മേ. എടാ, എന്താണ് തെളിച്ച് പറ. അത് ആ സ്വർണം തിരികെ വാങ്ങണമെന്ന് സച്ചി അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടമ്മേ. ഏത് സ്വർണം? രേവതിയുടെ സ്വർണം. അമ്മ എനിക്ക് തന്ന സ്വർണ്ണമില്ലേ, അത്. അമ്മ ഏൽപ്പിച്ച സ്വർണം ഞങ്ങൾക്ക് തിരികെ വേണം. അച്ഛൻ അത് വാങ്ങി തരണമെന്ന് രണ്ടുപേരും കൂടി അച്ഛനോട് ചെന്ന് പറഞ്ഞു. ചന്ദ്ര വരട്ടെ, ഞാൻ വാങ്ങിത്തരാന്ന് അച്ഛൻ അവരോട് പറഞ്ഞിരിക്കുക. ഇനിയിപ്പൊ എന്ത് ചെയ്യും അമ്മേ? അവരെന്തിനാ ഇപ്പൊ സ്വർണം ചോദിച്ചത്? അവള് നിങ്ങൾ ചെയ്ത കാര്യം അറിഞ്ഞു കാണൂ. അയ്യോ ഇല്ല, അവരറിഞ്ഞിട്ടൊന്നുമില്ല. അവര് വേറെന്തോ ആവശ്യത്തിന് ചോദിച്ചതാ അമ്മേ. സ്വർണം ഇന്ന് തന്നെ വേണമെന്നാ പറഞ്ഞിരിക്കുന്നേ. എന്താടി നീ ചിരിക്കുന്നേ? അല്ല, അവള് സ്വർണം തിരികെ ചോദിക്കില്ലെന്നല്ലേ നീ പറഞ്ഞത്? എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനാ? എടാ, ഞാനിപ്പോ വീട്ടിലേക്ക് വന്ന നിന്റെ അച്ഛൻ എന്നോട് സ്വർണം ചോദിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് അറിഞ്ഞൂടാ അമ്മേ. എന്തൊരു ഗ്രഹപ്പിഴ ഇതൊക്കെ. എടാ, സ്വർണം കൊടുത്തില്ലെങ്കിൽ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. എന്റെ മാനം പോകും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ ആരോടെങ്കിലും കാശ് കടം വാങ്ങിച്ചിട്ട് ആ സ്വർണം തിരികെ എടുത്ത് എനിക്ക് കൊണ്ട് താ. അത് അമ്മേ. എന്താടാ? അത് ആ സ്വർണം തിരികെ എടുക്കാൻ കഴിയില്ലമ്മേ. എന്താ, ആ സ്ഥാപനം ഇന്ന് ലീവാണോ? അല്ലമ്മേ, ഞാനത് പണയം വെക്കായിരുന്നില്ല. ഞാനത് വിറ്റമ്മേ. പണയം വെക്കാനല്ല ഞാൻ പറഞ്ഞത്. അമ്മേ, പണയം വെച്ച 5 ലക്ഷം കിട്ടില്ല. അതുകൊണ്ടാ ഞാൻ വിറ്റത്. അമ്മേ, ഞാനത് പറയട്ടെ. അമ്മേ, മരിക്കല്ലേ അമ്മേ. അമ്മേ, ഞാനത് പറഞ്ഞോട്ടെ. ചന്ദ്രേ, നിർത്താൻ. നിന്നെ വിശ്വസിച്ച് സ്വർണം തന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. നിന്നെ സഹായിച്ച എന്നെ പറഞ്ഞാ മതി. എന്തുകൊണ്ട് നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല? അമ്മേ, ഞാൻ അന്ന് തന്നെ അമ്മയോട് പറയാൻ ശ്രമിച്ചതാ. പക്ഷെ എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാനത് മറന്നുപോയി. എന്നോട് അവര് സ്വർണം ചോദിക്കില്ലേ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചന്ദ്രേ, സ്വർണ്ണം ഇല്ലാതെ നീ എങ്ങനെ വീട്ടിൽ പോവും? എനിക്കറിയില്ല ഭാമേ. ഒരുപക്ഷെ ഞാൻ സ്വർണ്ണം വിറ്റ സ്ഥാപനത്തില് ആ ആഭരണങ്ങൾ കാണും. അവരുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ? ചോദിക്കടാ, കാശ് കടം വാങ്ങിക്കാം. എന്റെ സ്വർണം വേണമെങ്കിൽ പണയം വെക്കാം. എങ്ങനെയെങ്കിലും കടം മേടിച്ച സ്വർണം തിരിച്ചു മേടിക്കടാ. എന്നാ ഞാനിപ്പോ അവരെ ഒന്ന് വിളിച്ചു നോക്കല്ലേ അമ്മേ?